ഹായ്, ഞാൻ ഡോക്ടർ വൃന്ദ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മുലയൂട്ടുന്ന അമ്മമാർ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിന് പറ്റിയ ഒരു ഡയറ്റിനെ പറ്റിയാണ്. അഥവാ ഒരു കഞ്ഞി, അതാണ് ഉലുവാക്കഞ്ഞി. ഒട്ടുമിക്കവരും കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഉലുവാക്കഞ്ഞി കൊടുക്കുന്നത്? ഈ ഉലുവ എന്ന് പറയുന്നത് നല്ലൊരു ഗലക്ടോഗോഗാണ്, അല്ലെങ്കിൽ നമ്മുടെ പാലിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് മാത്രമല്ല, ഇത് നമ്മുടെ ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ നല്ല ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡൈജഷനെ സഹായിക്കും. നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളെ നിലനിർത്താനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശക്തി ഒന്ന് കൂട്ടാനും ഒക്കെ തന്നെ ഈ പറയുന്ന ഉലുവ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുക? നമുക്ക് കുറച്ച് ബ്രൗൺ റൈസ് എടുക്കുക, അഥവാ ഈ പൊടിയരി എടുക്കുക. ഒരു വലിയ 2 സ്പൂണിന് ഈ ഉലുവ ചേർക്കാം. ഉലുവ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേവിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മളിതെടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുക. തേങ്ങാപ്പാലും അതിൻ്റെ കൂടെ കുറച്ച് കരിപ്പട്ടിയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ തേങ്ങാപ്പാലും ഇതുപോലെ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം തന്നെയാണ്. നമ്മുടെ പാല് കൂട്ടാനും വളരെയധികം സഹായിക്കും. അതുപോലെ കരിപ്പട്ടി ആണെങ്കിലും ഈ ടേസ്റ്റ് എന്നുള്ളത് മാത്രമല്ല, അത് നല്ലൊരു സോഴ്സ് ഓഫ് അയണും മഗ്നീഷ്യം ഒക്കെ വളരെയധികം ഉള്ള ഒരു ഐറ്റമാണ് ഈ കരിപ്പട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു കഞ്ഞി വെക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക, അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഒട്ടുമിക്ക എല്ലായിടത്തും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതാണ് ഈ ഉലുവാക്കഞ്ഞി. അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഈ കരിപ്പട്ടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസ് പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ യൂട്രസ് പഴയ ഒരു സൈസിലേക്ക് ചുരുങ്ങണമല്ലോ, അല്ലേ? അപ്പോൾ അതിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്ലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറന്തള്ളാനും ഒക്കെ തന്നെ ഈ കരിപ്പട്ടിയും ഉലുവയും ഒക്കെ സഹായിക്കും. അതുപോലെയാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ, അഥവാ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ നന്നായി തന്നെ കൊണ്ടുപോകാനും ഡൈജഷനൊക്കെ നന്നായി നടത്താനും അങ്ങനെ ഓവറോൾ നമ്മുടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ഉടൻ മാത്രമല്ല, കുറേ നാൾ അമ്മ വീണ്ടും പാല് കൊടുക്കണം, അല്ലേ? അപ്പോൾ പാല് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ അവരുടെ ഒരു ആരോഗ്യം ക്ഷയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡയറ്റ് നന്നായി തന്നെ നോക്കണം. അപ്പോൾ ഒരാഴ്ച 2 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഉലുവാക്കഞ്ഞി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മിൽക്ക് പ്രൊഡക്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇത് സഹായിക്കും. അപ്പോൾ ഇനി നല്ലൊരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം എന്താണ് നല്ലൊരു ഡയറ്റ് പ്ലാൻ എന്നുള്ളൊരു വിശദമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.